ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ സൗദിയിലാണുള്ളത്. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ തണുപ്പൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. തണുപ്പുള്ള സമയത്താണ് കോൺ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോൺ കുറച്ച് വാങ്ങിയിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കോണ്. ഇന്ന് ഞാനൊരു സ്പൈസി കോൺ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ കരുതി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. വലിയ റെസിപ്പിയൊന്നുമല്ല. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഞാനിവിടെ ഈ കോൺ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം ആദ്യം. ആ പച്ചഭാഗം മുഴുവൻ മാറ്റിയെടുക്കണം. എന്നിട്ട് ഉള്ളിലുള്ള യെല്ലോ കളർ കോണ് മാത്രമാക്കി എടുക്കണം. ഞാനിവിടെ 3 മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. ഇതിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് വേവിച്ചെടുക്കുകയാണ്. അതല്ലാതെ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് കിട്ടാറില്ലേ ചുട്ടെടുത്ത കോണ്, അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അതുപോലെ ചുട്ടെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ പൊടി ഉപ്പൊക്കെ തേച്ച് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. ഈ വൈറ്റ് കളറുള്ള അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ഞാൻ ഹാഫാക്കിയിട്ട് മുറിക്കുകയാണ്. കുക്കറിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഹാഫാക്കി എടുക്കുകയാണ്. ഇത് കഴുകി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം മതിയാകും. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഇതിനെ വേവിച്ചെടുക്കണം. 2 വിസിലിന് വേവിച്ചെടുത്താൽ മതി. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ വെക്കുന്ന സമയത്ത് 2 വിസിൽ വേണ്ടി വരും. ഇതാ കോണൊക്കെ ഞാൻ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ചൂടൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കാം. അതിനായി കുറച്ച് മുളക് പൊടി എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ചെറുനാരങ്ങ പകുതിയായി മുറിച്ചെടുത്തിട്ട് ഈ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കോണിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. ഇത് തേക്കുന്ന സമയത്ത് ആ ചെറുനാരങ്ങയുടെ നീരും ചെറുതായി ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു പുളിയും കൂടി കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ആക്കി കഴിക്കുമ്പോൾ. ഇനി ഈ പൊടി ഒന്നും ചേർക്കാതെ ഈ കോൺ ഇങ്ങനെ വേവിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ കോൺ ഓരോ മണികളായിട്ട് ഇതുപോലെ അടർത്തി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ട് ബട്ടർ കോൺ ആക്കിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. ഞങ്ങളിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ കോണൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തായി ഒരു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്